വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആദരണീയരായ ഗുരുഭൂതന്മാരെ, സ്നേഹമുള്ള വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ കാതോലിക്ക സിംഹാസനത്തിനു കീഴിൽ ഞങ്ങളും ഞങ്ങളുടെ സന്താന പരമ്പരകളും ലോകാവസാനത്തോളം നിലകൊള്ളുമെന്ന് ഭക്തിപൂർവ്വം പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. 1951 ഡിസംബർ 31 കോട്ടയം MD സെമിനാരി മൈതാനത്ത് അണിനിരന്ന മലങ്കര സഭാമക്കൾ ചെയ്ത ദൃഢപ്രതിജ്ഞയാണിത്. ഈ പ്രതിജ്ഞയുടെ സാഫല്യം മഹത്തായൊരു ജീവിത കഥയാണ്. ഒരു വ്യക്തിയുടെ ജീവിതം സഭയുടെ ഭാഗധേയത്തിന്റെ ചുക്കാനായിത്തീരുന്ന ചരിത്രമാണ്. ആന്തരവും ബാഹ്യവുമായ കലുഷിതകളെ കടന്ന് മോചനത്തിന്റെ പ്രകാശതീരത്തെ പ്രാപിക്കുവാനുള്ള സഭയുടെ പ്രയാണമാക്കി സ്വജീവിതത്തെ തീർത്ത പുണ്യപുരുഷൻ, മലങ്കര സഭയുടെ വലിയ ബാവ മോറാൻ മാർ ബസേലിയോസ് ഗീവർഗീസ് തുതിയൻ കാതോലിക്ക ബാവ. കുറിച്ചി കല്ലാശ്ശേരി തറവാട്ടിൽ 1847 പിറന്ന പുന്നൂസ് മലങ്കര സഭയുടെ ആധുനിക ചരിത്രത്തിലെ സുവർണ ശോഭിത കിരീടമാണ്. മലങ്കര സഭ പേരേടുകളിലും നാൾവഴികളിലും സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഈ നാമം ശ്രദ്ധേയമാകുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ച ഇടയൻ എന്ന നിലയിലാണ്. നന്മയുടെ നെട്ടായവും നൽവരങ്ങളുടെ നിലവറയുമായിരുന്ന പരിശുദ്ധ തിരുമേനി പരാജയങ്ങളുടെ പാതിരാവുകളിൽ പതറുകയോ പരീക്ഷണിതനാകുകയോ ചെയ്തില്ല. ഒപ്പം വിജയാരവങ്ങൾ ആ പരിശുദ്ധ പിതാവിനെ ഉന്മത്തനാക്കിയുമില്ല. 1925 ഫെബ്രുവരി 15 മലങ്കര സഭയുടെ 3ാം പൗരസ്ത്യ കാതോലിക്കായായി അഭിഷിക്തനായതു മുതൽ ആ ജീവിതം പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. ചില നവീന ആശയങ്ങളുടെ കടന്നാക്രമണവും സഭാ കേസുകളിലെ തിരിച്ചടിയും അക്കാലഘട്ടത്തിലെ മലങ്കര സഭയെ അസ്വസ്ഥമാക്കിയിരുന്നു. 3 ദിവസം കബറടക്കി കല്ലുമുദ്രയും വെച്ചാലും സത്യം ജയിക്കുമെന്ന സനാതന സത്യം പകർന്ന് ഈ ധീരയോദ്ധാവ് മലങ്കര സഭാ മക്കളെ ശക്തിപ്പെടുത്തി. 1930 മാർ ഇവാനിയോസ് മലങ്കര വിട്ട് പുനരൈക്യ പ്രസ്ഥാനം സ്ഥാപിച്ചത് ഈ പരിശുദ്ധ പിതാവിൽ അനേകം അസ്വസ്ഥതകൾ ഉളവാക്കി. എന്നാൽ ദൈവാശ്രയത്തോടെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1934 ഡിസംബറിലെ മലങ്കര അസോസിയേഷൻ ബാവാ തിരുമേനിയെ മലങ്കര മെത്രാപ്പോലിത്തായായി അവരോധിച്ച ശേഷം 1935 പൗലോസ് മാർ അത്താനാസ്യോസ് മറുകക്ഷിയുടെ മലങ്കര മെത്രാനായി വാഴിക്കപ്പെട്ടു. അതിനുശേഷം ആ പരിശുദ്ധ പിതാവിന്റെ ജീവിതം അടർക്കളത്തിലെ പോരാട്ടമായിരുന്നു. സഭയാകുന്ന പടക്കുതിരയുടെ കടിഞ്ഞാൻ കയ്യിലേന്തിക്കൊണ്ട് ഈ വീരയോദ്ധാവ് അതിവിദഗ്ധരായി മുന്നേറി. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം, കാതോലിക്ക സിംഹാസനത്തിന്റെ നിലനിൽപ്പ് എന്നിവയായിരുന്നു ഈ പരിശുദ്ധ പിതാവിന്റെ ലക്ഷ്യം. 1981 കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തീരുമാനവും 1986 കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയുമെല്ലാം ഈ പോരാട്ടത്തിനേറ്റ ആഘാതങ്ങളായിരുന്നു. 1981 ഹോം സന്ദർശനത്തിലെ പരാജയത്തിനു ശേഷം തിരിച്ചു വന്നപ്പോൾ പരിശുദ്ധ ബാവാ തിരുമേനിക്ക് കൊട്ടാരക്കര മുതൽ കോട്ടയം വരെ നൽകിയ രാജകീയ വരവേൽപ്പ് മഹായുദ്ധത്തിൽ ജയിച്ച സൈന്യാധിപന് ലഭിച്ചതിന് തുല്യമായിരുന്നു. മനസ്സിന് ചാഞ്ചല്യം നേരിട്ട ഒരു സാഹചര്യത്തിൽ സഭാംഗങ്ങളെല്ലാം തന്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ പരിശുദ്ധ പിതാവ് ഹോം ചർച്ച മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാവിജയമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. പ്രതിസന്ധികൾ നേരിടുമ്പോൾ തന്റെ ഗുരുവും പുണ്യശ്ലോകനുമായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിലെത്തി ഈ വന്യപിതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. പാതിരാവിന്റെ ഏകാന്തതയിൽ ദൈവവുമായി സംസർഗം ചെയ്യുമായിരുന്നു. അതിന് പ്രതിഫലം എന്ന വണ്ണം 1988 സെപ്റ്റംബർ 12 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയുടെ അനിശ്ചിത കാതോലിക്കേറ്റായി പ്രഖ്യാപിച്ചു. അതിനുശേഷം പാത്രിയാർക്കീസ് ബാവ ഈ പുണ്യപിതാവിനെ സ്വീകരിച്ച് ആശീർവദിച്ചു. വെള്ളിയാഴ്ച ക്രൂശിച്ച സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. ആകയാൽ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ, ബാലസിംഹങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ സഭയെ പണിയാം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണിയാമെന്ന് ഉച്ചത്തിൽ ആഹ്വാനം ചെയ്ത മലങ്കര സഭയുടെ ഈ ഭാരപ്രായ സഭാചരിത്രത്തിലെ ധ്രുവതാരകമായത് പ്രതിസന്ധികളെ അതിജീവിച്ചതുകൊണ്ടാണ്. ഇന്നും മലങ്കര സഭയ്ക്ക് പ്രതിസന്ധി കാലഘട്ടത്തിൽ മാതൃകയും മധ്യസ്ഥനുമായി ആ പുണ്യപിതാവ് നിലകൊള്ളുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ സ്മരണയ്ക്ക് മുൻപിൽ അനുസ്മരണത്തിന്റെ 1000 റോസാ പുഷ്പങ്ങളെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കാതോലിക്കേറ്റ്.